ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ ആദൂട്ടൻ മുറ്റത്ത് കളിക്കാനിറങ്ങി. ആദൂട്ടൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വിൻ വന്നത്. അശ്വിൻ വന്ന് ഞാൻ എത്തിയതേ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അശ്വിൻ വന്ന് ജോലിനെ ഇണക്കി. ജോലിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ അവൾക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. അങ്ങനെ അവൾ ബോൾ എടുത്തിട്ട് ഒറ്റയ്ക്ക് കളി തുടങ്ങി. 4 മണിക്ക് ശേഷം അവളെ വിചാരം അവളെ ബോൾ കളിക്കേണ്ട സമയമാണെന്നാണ്. ആ സമയമാകുമ്പോൾ കരയാൻ നിൽക്കും അവൾ. അങ്ങനെ ഒപ്പരം പക്ഷെ ആരെങ്കിലും വേണമെങ്കിൽ അവൾ ഹാപ്പി ആകും. ഒറ്റക്കാണെങ്കിൽ അവളങ്ങനെ കളിക്കൊന്നുമില്ല. അങ്ങനെ ആദൂട്ടനും ജൂനിയും കൂടെ കുറേ ടൈം കളിച്ചു. ബോളും എടുത്തിട്ട് ആദൂട്ടനും ജൂനിയും കളിച്ചു. ബോൾ അവൾക്ക് കിട്ടിയാൽ പിന്നെ അവൾ ആർക്കും കൊടുക്കൂല. കടിച്ച് പിടിച്ചങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ അകത്ത് വന്നു. എല്ലാവർക്കും ചായ ആക്കി. ചായയും കടിയൊക്കെ എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. ഞങ്ങളങ്ങനെ പുറത്തിരിക്കുകയാണ്. അശ്വിൻ ചായ കുടിച്ചോടെ പോയി. അങ്ങനെ പുറത്തിരുന്ന് ഞാൻ ആദൂട്ടനും അമ്മയൊക്കെ എങ്ങനെയോ സംസാരിച്ചു കൊണ്ടിരിക്കലായിരുന്നു. ഇതാണ് എൻ്റെ അനിയൻ. ഇവനെ അങ്ങനെ വീഡിയോയിലൊന്നും കാണാനോ സമ്മതിക്കില്ല. എടുക്കണ്ടെന്ന് പറയും. അങ്ങനെ അവൻ നമുക്ക് ജ്യൂസ് കലക്കി കൊണ്ടുവന്നു. ഇടക്കിടക്കുണ്ട് അവനിങ്ങനെ സൂക്കേട്. വല്ലപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കലക്കി കൊണ്ടുവരും. ഒന്നിക്കൽ അത് നാരങ്ങ വെള്ളമാകും, അല്ലെങ്കിൽ ഇതേപോലെ ടാങ്ക് ആയിരിക്കും. അങ്ങനെ അവന് കഴിച്ചു. പിന്നെ ഇവർ രണ്ടും എപ്പോഴും അടിയാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. പിന്നെ അവർ രണ്ടും കളിച്ചുകൊണ്ടിരുന്നു. അമ്മ ദേ ടി വിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ആദൂട്ടന് ഞാൻ ചോറ് കൊടുത്തിട്ട് ഇന്ന് ഞണ്ട് കറിയായിരുന്നു. ആദൂട്ടൻ്റെ ഫേവറേറ്റാണ് ഞണ്ട് കറി. അതുകൊണ്ട് അവൻ ചോറ് ഫുള്ളായിട്ട് തിന്നു. അങ്ങനെ അവൻ തിന്ന് പകുതി ആയപ്പോൾ ഞാനും കരുതി ഞാനും തിന്നാന്ന്. അങ്ങനെ ഞാനും ചോറെടുത്തു, ഞണ്ട് കറിയും എടുത്തു. എൻ്റെയും ഫേവറേറ്റാണ് ഞണ്ട് കറി. ഇത് കഴിഞ്ഞിട്ടാണ് ഞാനും ആദ്യം യുദ്ധത്തിനിറങ്ങിയത്. കാരണം അവന് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം പേരൻറ്റ്സ് മീറ്റിങ്ങിന് കഴിഞ്ഞ് അവൻ കുറച്ച് ബാക്കോട്ടാണ്. ഇപ്രാവശ്യത്തെ എക്സാമിന് ഇത്തിരി പഠിക്കാനൊക്കെ അതുകൊണ്ട് മടി വന്നു, ക്രിസ്മസ് വെക്കേഷനൊക്കെ കൊണ്ട്. പിന്നെ ഞാനും അവനും തമ്മിലൊരു പൂരായിരുന്നു. ഒരു വസ്തു അറിയാതെ എല്ലാം മറന്നുപോയി, സ്പെല്ലിങ്ങൊക്കെ. പിന്നെ ആദ്യം മുതലേ തുടങ്ങി. ഡാൻസിങ്. ഡാൻസിങ്. റീഡിങ്ങിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. അങ്ങനെ എൻ്റെ 2 കലമ്പൊക്കെ കിട്ടിയപ്പോൾ മൂപ്പർ ഓക്കെയായി. പിന്നെ നല്ല ബോയ് ആയിട്ട് പഠിച്ചു. ഞാൻ കലമ്പിയതിൻ്റെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പിന്നീട് പറഞ്ഞു കൊടുത്തു എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന്. അതത് അവൻ മനസ്സിലാക്കുകയും ചെയ്തു. കുറേ നാളായി ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനായിട്ട് പുസ്തകം അങ്ങനെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരേ കളിയായിരുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ ആവാൻ കുറച്ച് ടൈം എടുത്തു. സ്കൂളിൽ പോയാലും ഒരേ കളിയാണെന്ന് ടീച്ചർ പറഞ്ഞു. ഞാനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ കാര്യം നടക്കും. കാരണം ചെറിയ മോനല്ലേ, അവൻ പഠിക്കും. പക്ഷെ ഞാനും കൂടെ ഒപ്പന വേണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അവൻ ഗുഡ് ബോയ് ആയിട്ട് പഠിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. റീഡിങ് പറ. DING